കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ ഇതാ പ്രതിഷേധം. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. CPIMൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച്. തൃശ്ശൂവപ്പേരൂരിൻ്റെ പെരുമയെ കള്ളവോട്ടിൽ മുക്കിക്കളഞ്ഞ കേന്ദ്ര സഹമന്ത്രിക്കെതിരെ MP-ക്കെതിരെയാണ് പ്രതിഷേധം അലയടിക്കുന്നത്. നിരവധി തെളിവുകളാണ് കൈരളി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നത്. ഇതിൻ്റെ അടക്കം അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അലയടിക്കുന്നത്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ലാത്തവരെ, മറ്റുള്ള അടുപ്പക്കാരെ, RSS നേതാക്കളെ, കുടുംബങ്ങളെ ഒക്കെ വ്യാപകമായി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ അനിയനും ഭാര്യയ്ക്കും RSS നേതാക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഇരട്ട വോട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധവുമായി CPIM രംഗത്തെത്തുന്നത്. ശരത് ഓങ്ങല്ലൂർ ഞങ്ങളുടെ പ്രതിനിധി ചേർന്നു. ശരത്ത്, കൈരളി ന്യൂസ് നിരവധി തെളിവുകളാണ്, ഈ കള്ളവോട്ട് ആരോപണത്തിൽ തെളിവുകളാണ് നമ്മൾ നൽകിയത്. ഇതടക്കമാണ് ഈ പ്രതിഷേധത്തിന് നിദാനം. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതിഷേധത്തിൻ്റെ വിവരങ്ങൾ? എവിടേക്കാണ് CPIMൻ്റെ പ്രതിഷേധം? അതിന് തീർച്ചയായിട്ടും തൃശ്ശൂരിലെ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ നിരന്തരം വന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ വ്യാജമായി വോട്ടുകൾ ചേർത്തു എന്ന ആക്ഷേപവും ആരോപണവും ആദ്യം ഉയർന്നതാണ്. ഇപ്പോൾ അതിന്റെ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ഏരിയ കമ്മിറ്റിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ചേരിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി അനൂപ് കാട ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ഏതാണ്ട് വീടിന് മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് പോലീസ്. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അതായത് തൃശ്ശൂരിൽ ഇപ്പോൾ പുതിയതായി താമസമായ വീട്ടിലേക്കാണോ അതോ ഓഫീസിലേക്കാണോ പ്രതിഷേധം? അതിന് തൃശ്ശൂരിലെ ഓഫീസിലേക്കാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ചേരൂരിലെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ബഹുജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. തൃശ്ശൂർ എടുത്തതല്ല കട്ടതാണ് ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകളുമായി ഏറ്റുകൊണ്ടാണ് പ്രതിഷേധക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ബാരിക്കേഡ് വെച്ച് പോലീസ് വളരെ നേരങ്ങൾക്ക് മുമ്പ് തന്നെ മാർച്ച് തടയുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. മാർച്ച് തടയുന്നതിന് വേണ്ടി കെട്ടിവെച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ വന്ന് ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇതാ മറ്റൊരു സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുകളിലേക്ക് കരിയോയിൽ ഒഴിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിയോയിൽ ഒഴിക്കുന്ന നേതൃത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധം. ഇതാ ചെരുപ്പുമാല അണിയിക്കുന്നു. ആ ബോർഡിനകത്ത് ചെരുപ്പുമാല അണിയിക്കുന്നു. ഇത് നാടിന്റെ പ്രതിഷേധം, നാട്ടുകാരുടെ ഈ പ്രദേശത്തെ ഇടതുമുന്നണിയുടെ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. ചെരുപ്പുമാല ഇടാൻ ശ്രമിച്ചു. അയാളെ പോലീസ് ഇതാ താഴത്തോട്ട് ഇറക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തൃശ്ശൂരിൽ നടക്കുന്നു. തൃശ്ശൂരിൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധം നടക്കുന്നു. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. എന്നാൽ അതിനെ മറികടന്നെത്തിയ പ്രവർത്തകരാണ് ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ ഇതുപോലെ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയുകയും ചെയ്തിരിക്കുന്നത്. അജിൻഷാദ്, തീർച്ചയായും ഇതൊരു പ്രതീകവൽക്കരണമാണ്, പ്രതിനിധീകരണമാണ് കേരളത്തിന്റെ ജനതയുടെ. കാരണം ജനാധിപത്യത്തിന്റെ യശസ്സാണ് കെടുത്താൻ ശ്രമിച്ചത്. അതിന്റെ നിരവധി തെളിവുകളാണ് നമ്മൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അപ്പാർട്ട്മെന്റിലെ വീട്ടമ്മ പോലും കാര്യങ്ങൾ തുറന്നു പറയുന്ന വസ്തുത. ഈ ഒരു പ്രതിഷേധമാണ് ആ കരിയോയിലിൽ പ്രതിഫലിച്ചത്. MP-യുടെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുക എന്നത് പ്രതിനിധീകരണമാണ്, ആ വലിയ പ്രതിഷേധത്തിന്റെ പ്രതിനിധീകരണം. ശരത് ഓങ്ങല്ലൂർ. തീർച്ചയായിട്ടും അജിൻഷാദ്, ഇതുപോലെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ഒരു വികാരം തന്നെയാണ്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള രോഷം സുരേഷ് ഗോപിയുടെ ഈ ചെയ്തികൾക്കെതിരെ, സുരേഷ് ഗോപിയുടെ പ്രവർത്തികൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇവിടുത്തെ വലിയ ക്രൈസ്തവ സമൂഹം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് മൊത്തം വലിയ ആക്രമണം നേരിടുന്ന സമയത്ത് മലയാളികളായ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് മൗനം പാലിച്ച കേന്ദ്രമന്ത്രി വായ തുറക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള പല തീർച്ചയായും വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്.
CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം എങ്കിലും അത് കേരളത്തിന്റെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ പ്രതിഷേധത്തിന്റെ പ്രതിനിധീകരണമാണ്. ഇതാ കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തീർച്ചയായും അതായത് ശരത് ഓങ്ങല്ലൂർ ഇത് ആ പാർട്ടി പരിപാടികളുടെ ഭാഗമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നില്ല. കരിയോയിൽ ഒരു പൗരന്റെ പ്രതിഷേധമായിരുന്നു അല്ലേ? അങ്ങനെയാണോ? കരിയോയിൽ മാത്രം ഒഴിച്ചുള്ളൂ. തീർച്ചയായിട്ടും ഇത് മാത്രമേ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റുള്ള സ്ഥലങ്ങളെല്ലാം നടക്കുന്ന പോലെ നമ്മൾ ജനാധിപത്യം മതത്തിനും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറഞ്ഞത്. ഒരു സാധാ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിലും ഒരു അണിയെന്ന രീതിയിലും ഞാൻ ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല, എന്തു വന്നാലും ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇത് ഒറ്റയ്ക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പേരിലാണ്. തീർച്ചയായും ഇത് പാർട്ടി പരിപാടിയുടെ ഭാഗമായ പ്രതിഷേധമല്ല, തൃശ്ശൂരിലെ പൗരന്റെ വോട്ടറുടെ പ്രതിഷേധമാണല്ലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും അജിംഷാദ് അത് തന്നെയാണ് പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് ഇതെങ്കിലും ചെയ്യേണ്ടി വരുന്നു, താൻ ഇതെങ്കിലും ചെയ്യണം. കാരണം മറ്റു പല സ്ഥലങ്ങളിലും ഉള്ള പോലെ പള്ളികളോ അമ്പലങ്ങളോ പൊളിച്ചുകൊണ്ടല്ല പ്രതിഷേധം. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും, കാരണം തൃശ്ശൂരിൻ്റെ പെരുമ കെടുത്തി, ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് ശോഷിപ്പിച്ചു. അത് തൃശ്ശൂരിലെ വോട്ടർ എന്ന നിലയിൽ തനിക്ക് വേദനയുണ്ടാക്കി. അതിൽ തൻ്റെ വ്യക്തിപരമായ പ്രതിഷേധമാണ്. ഇതാണ് നമ്മുടെ മൈക്കിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത്, ആ കരിയോയിൽ ഒഴിച്ച വ്യക്തി അല്ലേ? തീർച്ചയായിട്ടും അജിംഷാദ് അത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയാക്കി ആ ക്രമക്കേടിനെതിരെ താനെങ്കിലും പ്രതിഷേധിക്കണം. ഇത് തൻ്റെ വ്യക്തിപരമായ പ്രതിഷേധമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്ത് നിയമ നടപടികൾ വന്നാലും താൻ സ്വീകരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നേരിടാൻ തയ്യാറാണ് എന്ന് വിശദമായി തന്നെ വ്യക്തമായി തന്നെ പറയുകയാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള രോഷം, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെയോ ആഹ്വാനമില്ലെങ്കിൽ പോലും ജനങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാണ്. ജനങ്ങളുടെ പ്രതിനിധി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഈ തിരുമറിയിൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അത് കാണിക്കുന്നു തന്നെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അജിംഷാദ്, തീർച്ചയായും തൃശ്ശൂരിലെ MP ആണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടുകയാണ് സുരേഷ് ഗോപിക്ക്, വ്യക്തിപരമായും BJP എന്ന പാർട്ടിക്കും. ഇതൊക്കെ ആ പ്രതിഷേധങ്ങളിൽ അലയടിക്കുന്നു. ആ പ്രതിഷേധം ഒരുപക്ഷെ ഇന്നിപ്പോൾ CPIMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഓഫീസിന് മുന്നിലേക്കുള്ള മാർച്ചും പ്രതിഷേധവും, ആ പ്രതിഷേധം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു ജനാധിപത്യ വിശ്വാസി ഈ പാർട്ടി പരിപാടിയുടെ ഭാഗമായില്ല, അല്ലാതെ വ്യക്തിപരമായി കരിയോയിൽ ഒഴിക്കുന്നതും സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്നതും നാം കണ്ടു. ഇപ്പോഴിതാ പ്രതിഷേധത്തിലേക്ക്, അതിൻ്റെ തത്സമയ വിവരങ്ങളിലേക്ക്, ദൃശ്യങ്ങളിലേക്ക്.